ഹായ്. ഇതാ രാവിലത്തെ ഹോട്ടലും കഴിഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടാ. നോക്കിയേട്ടെ, വേർത്ത് വിളിച്ചല്ല കേട്ടാ. നല്ല മഴയായിരുന്നു. മഴയുള്ളപ്പം മഴയും കൊണ്ടുവിടും, വെയിലുള്ളപ്പം വെയിലും കൊണ്ടുവിടും. ഒരു കുഴപ്പമില്ല. പുഴയിൽ കുളിക്കും, കുളത്തിൽ കുളിക്കും, എല്ലാവരും കളിക്കും. വേറൊന്നുമല്ലേ, നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തിയാണ് വേണ്ടേ. നമ്മൾ പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചാണ്ടല്ല, നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ നമ്മളെപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രതിരോധ ശക്തി കൂടുന്നുള്ളതാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഏതാണ്ട് ആ ലൈനിൽ പോക്ക്, അതുപോലെ തന്നെ മക്കളെയും ഭാര്യനും ആ ലൈനിൽ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം പ്രതിരോധ ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം പറയാം. ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഗൗരവമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുന്നത് നിങ്ങളാ തീരുമാനിക്കേണ്ട ഗൗരവമുള്ളതാണോ ഗൗരവമില്ലാത്തതാണോ. അപ്പോൾ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഒരുപാട് അധികമാണല്ല. ക്യാൻസർ പേഷ്യൻറ്റുകളുടെ എണ്ണം കൂടുന്നത് പേപ്പറിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നറിവാ, നമ്മൾ ശരിക്കും നമ്മളെ ഭക്ഷണത്തിലെ കെമിക്കലാണ് ഈ വക ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, മറ്റ് പലവിധ രോഗങ്ങൾക്കും കാരണമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം നമ്മളൊരു പഴകിയ ഭക്ഷണം കഴിച്ചാലുണ്ടല്ലോ, സ്പോട്ടിൽ റിസൾട്ട് കിട്ടും. ഒന്നുമില്ല, ഫുഡ് പോയ്സണായിട്ടോ ഛർദിലായിട്ടോ അതങ്ങ് പോകും. പിന്നെയോ നല്ല പ്രതിരോധ ശക്തിയുള്ള ആൾക്കാരാണെങ്കിൽ പഴകിയ ഭക്ഷണം കഴിച്ചാലും ഒന്നും ആവില്ല. ഇപ്പം ഞാൻ പറയാം, നമ്മളെ തെരുവിൽ ജീവിക്കുന്ന നായ്ക്കൾ അത് പഴകിയതും പുഴുത്തതും ഒക്കെ തിന്നും, പക്ഷേ അതിനൊരു പ്രശ്നമില്ല. അതിൻ്റെ ശരീരം ആ രീതിയിൽ പ്രതിരോധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണല്ലോ അതിനാ പ്രശ്നം വരാത്തത്. മനുഷ്യരിൽ നല്ല പ്രതിരോധ ശക്തി ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഞാൻ പറയാം, പ്രതിരോധ ശക്തിയുള്ളവർ അത് ജീവിക്കും, ഇല്ലാത്തവർ ഇതുപോലുള്ള ക്യാൻസർ കാര്യങ്ങൾക്ക് അടിമപ്പെടുന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ ഇത് വരാനുള്ള എൻ്റെ ഒരു സംശയം പറയാമല്ലേ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കെമിക്കൽ വരുന്നത് എവിടെയാണെന്നുള്ളതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ടാകുമ്പോൾ പാത്രം കഴുകുന്നില്ലേ, ആ പാത്രം കഴുകുന്ന പൊടി അല്ലെങ്കിൽ ലിക്വിഡ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കെമിക്കലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയില്ല, ഈ പാത്രം കഴുകിയിട്ടാകുമ്പോൾ നമ്മളത് ഒന്നുകൂടി മണപ്പിച്ച് നോക്കട്ടെ, ഈ ലിക്വിഡിൻ്റെ മണം പോകില്ല. രണ്ടാമത് കഴുകിയൊക്കെ പോകില്ല, മൂന്നാമത് കഴുകിയാൽ ഈ സാധനം പോകില്ല. ചൂടുവെള്ളത്ത് കഴുകിയാൽ മാത്രമേ ഈ ലിക്വിഡിൻ്റെ മണം പോകുള്ളൂ. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ അടുക്കളയിലെ പെണ്ണുങ്ങന്മാർ പൊതുവേ എല്ലാവർക്കും ഈ വെള്ളം പിശിക്കുന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പ് ചെറുങ്ങനെ തുറന്നിട്ട് ചെറുങ്ങനെ പതിയാക്കിയിട്ട് വേഗം കഴുകിയിട്ട് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. ഏറ്റവും ഡേഞ്ചറാണ് അത്. കാരണം ഈ പാത്രം കഴുകുന്ന ആ സോപ്പ് ശരിക്ക് കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അത് വയറ്റിൽ കയറും. ഒരു ദിവസം ഇതൊന്നും ഒന്നും ആവില്ല കേട്ടാ. പക്ഷേങ്കിലോ ഡെയിലി ഇത് കഴിക്കുമ്പോൾ സ്ലോ പോയിസണായിട്ട് ആ സാധനം നമ്മുടെ ശരീരത്തിനെ വളരെ ദോഷമായിട്ട് ബാധിക്കും. ഒരു പ്രാവശ്യം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി ഉണ്ട്, അത് ചിലപ്പം പോകും. പക്ഷെ അത് കണ്ടിന്യൂ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാൻ പറ്റാതെ വരുമ്പോൾ, അതായത് പ്രതിരോധ ശക്തി കുറഞ്ഞവർക്ക് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യും. അവരിൽ ക്യാൻസർ പോലുള്ള മറ്റ് മാരക രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമെന്നുള്ളതാണ് ഈ പാത്രം കഴുകുന്ന പൊടിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ശരിക്ക് എല്ലാവരും പറയും ഹോട്ടൽ ഭക്ഷണം മോശമാണ്. ഹോട്ടൽ ഭക്ഷണത്തിൽ നല്ല ഹൈജീനിക്ക് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് നല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയുള്ളതാണ്. സത്യസന്ധത പുലർത്തുന്നവർ എല്ലായിടത്തും സത്യസന്ധത പുലർത്തും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പണിക്കും ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ഉള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതുപോലെ നല്ല എത്തിക്സ് ഉള്ള ഹോട്ടലുകാരും ഉണ്ടാകും. പിന്നെ ഹോട്ടലിൽ ഞാൻ പറഞ്ഞില്ല, പ്ലേറ്റ് ചൂടുവെള്ളം കൊണ്ട് കഴുകാണ്ട് അവരൊരിക്കലും പ്ലേറ്റ് നമുക്ക് തരില്ല. അപ്പം എന്താ, അതിലെന്തായാലും സോപ്പിൻ്റെ അംശമുള്ള ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ബാക്കി ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പല ഹോട്ടലിൽ പല രീതിയാണ്. നല്ലത് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഭക്ഷണം തരും, നല്ലത് ചെയ്യാണ്ട് വെറും പൈസ മാത്രം ചിന്തിക്കുന്നതാണെങ്കിൽ ആ രീതിയിൽ തരും. അതിനുള്ള കൂലി ദൈവം ഓന് കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകണ്ട, ഇതിലേക്ക് വരാം. അപ്പോൾ ഈ പാത്രം കഴുകുന്ന പൊടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ഏതാണ്ട് മുന്നേ മനസ്സിലാക്കിയിട്ട്, എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പേ ഞാനിത് മനസ്സിലാക്കിയിട്ട് ഈ പൊടി ഞാൻ ഒഴിവാക്കിനെ. എനിക്ക് തോന്നുന്നു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിന്, പക്ഷേ എനിക്കൊന്നും അത് അധികാരം കണ്ടിട്ടില്ല. ആ സമയത്ത് എൻ്റെ എനിക്കധികം ഫോളോവേഴ്സ് ഇല്ലായിരുന്നേ. അപ്പം ഞാൻ ചെയ്യുന്ന സൂത്രം എന്ന് വെച്ചാൽ, പഴയതിലേക്ക് പോവുക. അതായത് പണ്ടല്ലേ ഈ ചട്ടിയും പാത്രം കഴുകുന്നത് വെണ്ണീരിലാണെന്നല്ല. ഞാനിവിടെ പറഞ്ഞു, ഇനി വെണ്ണീരിൽ നമ്മുടെ പാത്രവും പ്ലേറ്റും കഴുകിയാൽ മതി. ഇനി പ്ലേറ്റൊന്നും വെണ്ണീരിൽ കഴിയില്ല കുഴപ്പമില്ല, അതിൻ്റെ അകത്ത് കുറച്ച് ഭക്ഷണത്തിൻ്റെ മെഴുക്കും കാര്യമുള്ളൂ, അതിനെക്കൊണ്ടൊന്നും ഒരു ദോഷം വരാനില്ല. കാരണോ അതൊന്നും നമ്മുടെ ശരീരത്തിനെ ബാധിക്കില്ല. നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് മെയിനായിട്ട് കെമിക്കൽസാണ്. ആ കെമിക്കൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സോപ്പ് പൊടിയിലാണ്. അപ്പോൾ ആ സാധനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഈ വെണ്ണീരിലാണ് കഴുകുന്നത് കേട്ടോ. പ്ലേറ്റ് ഞാൻ പറയും ഒന്നിലും കഴുകണ്ട, പക്ഷേ ഈ മെഴുക്കുള്ള ഈ ചട്ടി, ഈ കറി എല്ലാം വെച്ച ചട്ടിയും പാത്രമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ വെണ്ണീരിലാണ് കഴുകൽ. എല്ലാം നല്ല വൃത്തിയാവുന്നുണ്ട്. നമുക്കിതൊരു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ കയറുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലെ സോപ്പ് പൊടിയോ ലിക്വിഡോ വെച്ച് കഴുകുന്ന കണ്ടല്ല, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അത് മണപ്പിച്ച് നോക്ക്, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മതി. കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് ശരീരത്തിൽ കയറിയാൽ നമ്മളെ തടീൻ്റെ കാര്യം പോക്കുക. ഇത് മാത്രമൊന്നുമല്ലേ, ഞാനൊന്നും പറയാം. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ അത്യാവശ്യം കെമിക്കൽ ഉണ്ടാവുമല്ലോ. നമ്മുടെ വായിൽ നേർത്ത സ്കിന്നാണല്ലോ, സ്കിന്നിൽ ഇത് ദിവസം ഇട്ട് തേക്കുമ്പോൾ അതെന്തായാലും നമ്മുടെ ശരീരത്തിനുള്ള കയറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
ഞാനിപ്പോൾ ഉപ്പുവെള്ളത്തിനെ കൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾ ബ്രഷ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഭയങ്കര റിസൾട്ടാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിനി 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ആൾക്കാരാണ് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര റിസൾട്ടാണ്. ഞാൻ പറയും ആ രീതിയിലേക്ക് ഇപ്പോൾ ഒരു പൈസ ചിലവില്ല. ഉപ്പ് എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കലും ഇല്ല. നമ്മളൊരു മുറി പറ്റിയ ആടെ ഉപ്പായി കഴിഞ്ഞാൽ ആ മുറി വേണം. അതുപോലെ നമ്മൾ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ നിങ്ങൾ വായി ബ്രഷ് തേക്ക്, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പേസ്റ്റിൽ ഞാൻ പറഞ്ഞില്ല എന്തായാലും അത് സ്കിന്നിൻ്റെ ഉള്ളിൽ കയറും. ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ഈ മറ്റേ ഹാൻഡ്സ് വെക്കുന്ന മറ്റുള്ള ചുണ്ടിലാണ് വെക്കുക, പക്ഷേ അവർക്ക് അതിൻ്റെ ലഹരി ഉള്ളിൽ കയറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ നേരിയ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഈ സാധനം തലച്ചോറിലോ മറ്റോ കയറുന്നുണ്ട്. ഡെയിലി ഈ ടൂത്ത് പേസ്റ്റ് പോലത്തെ സാധനം ഉപയോഗിച്ചാൽ അത് നമ്മളെ എന്താ പറയുക തലച്ചോറിനെയോ അല്ലോ മറ്റോ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിന് ബാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനതുകൊണ്ട് ഞാൻ ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കില്ല. പിന്നെ ഞാൻ നിർത്തലാക്കിയ വേറൊരു സാധനം കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ പറഞ്ഞാൽ പറഞ്ഞല്ല, ഞാൻ സോപ്പ് ഉപയോഗിക്കില്ല. നമ്മളെ വീട്ടിലുള്ളവരും സോപ്പ് ഉപയോഗിക്കില്ല. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നാണ്. എനിക്ക് പറഞ്ഞാൽ നമ്മളെ പടച്ചട്ട നമ്മളെ സ്കിന്നാണ്. ആ സ്കിന്നിൽ നമ്മൾ ഡെയിലി കെമിക്കൽ സോപ്പ് വെച്ചിട്ട് നല്ലോണം കഴുകുക, കീടാണുക്കളെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലോണം കഴുകിക്കളഞ്ഞാൽ, ഞാൻ മുമ്പേ നമ്മളെ വായിലെ കാര്യം പറഞ്ഞു, വായിൽ ടൂത്ത് പേസ്റ്റ് ഇട്ട് നല്ലോണം കാര്യം കീടാണുക്കൾ മുഴുവൻ മരിക്കും. പക്ഷേങ്കിലോ അതിൽ നല്ല ബാക്ടീരിയകളുണ്ട്, അതും മരിക്കും. അപ്പം പ്രതിരോധ ശക്തി വായിൽ കുറയുന്നുണ്ട്, വായു നാറ്റം എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളെ സ്കിന്നിൽ പ്രതിരോധിക്കുന്ന നല്ല ബാക്ടീരിയകൾ അതിൽ നശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ സോപ്പ് ഉപയോഗിക്കില്ല. നിങ്ങൾ ഈ മൊബൈലിൽ ചില വീഡിയോയിലും കണ്ടില്ല, ഈ മറ്റേ മൈക്രോസ്കോപ്പിലേക്കൂടെ സ്കിന്നിൽ നോക്കുമ്പോൾ ഒരുപാട് ബാക്ടീരിയകൾ ഇങ്ങനെ ഇതിലേക്ക് പറയുന്നതാണല്ലേ. അതൊക്കെ നമ്മളെ പടച്ചട്ട നമ്മളെ സംരക്ഷിക്കുന്ന പടയാളികളാണ്. ഇതിനെയാണ് നമ്മൾ രാവിലെയും വൈകുന്നേരം സോപ്പിട്ടാലും അരച്ച് പതപ്പിച്ച് അതിനെല്ലാം കൊല്ലുന്നത്. അപ്പോൾ നമ്മളെ സ്കിന്നിന് പ്രതിരോധ ശക്തി നശിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കാണുന്നില്ലേ ഇന്നിതാ മഴയത്താണ് ഓടിയിട്ടുള്ളത്. ഇനി നല്ല വെയിലുണ്ടെങ്കിലോ വെയിലത്ത് ഞാൻ ഓടാറുണ്ട്. എനിക്ക് ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാനതെൻ്റെ ശരീരത്തെ ശീലിപ്പിച്ച് മാത്രമല്ല എൻ്റെ ശരീരത്തിലെ നല്ല അണുക്കളെ ഞാൻ പോറ്റി വളർത്തുന്നുണ്ട്. അതിനെ നശിപ്പിക്കുന്ന ഒരു സോപ്പോ ഒരു പേസ്റ്റോ അല്ല ഒരു കെമിക്കലോ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ചർച്ചയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാ കാര്യവും ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ എൻ്റെ നിഗമനമാണ്, എൻ്റെ ചിന്തത്തൊന്നും കാര്യമാണ്. ഞാൻ ശാസ്ത്രീയമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും എൻ്റെ നിരീക്ഷണമാണ് ഇതൊക്കെ എന്നുള്ളതാണ് കാര്യം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ പാഠം കൂടിയാകും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിലല്ല എന്തായാലും ഇത് ഷെയർ ചെയ്തേ. ഇതിൽ കുറച്ച് നല്ല കാര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് ഷെയർ ചെയ്യുക. വേറൊന്നുമല്ല, ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗമാവട്ടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ക്യാൻസർ കൂടി വരുന്നത് ഈ സോപ്പ് പൊടി അതിനുള്ള കാരണമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഇതെല്ലാവരിലും എത്തിക്കുക. എനിക്ക് തോന്നുന്നു ഇത് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്തത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ ഇത്ര സമയം പറഞ്ഞതിനുള്ള എന്തെങ്കിലും മണ്ടത്തരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് മര്യാദയുടെ ഭാഷയിൽ തിരുത്തി തന്നാൽ വലിയ സന്തോഷമാണ്. കാരണം എനിക്കും അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.